പത്തരംമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ നവ്യയുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ നമ്മളെ നയനെ പുറത്തിറക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നയനയ്ക്കാണെങ്കിലും ആദർശനാണെങ്കിലും അറിയത്തില്ല ഇതിനകത്ത് സഹായിച്ചത് നമ്മളെ നവ്യയാണെന്നുള്ള കാര്യമൊന്നും അവർക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ നയനാണെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷമാണെങ്കിലും നവീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേസിനെ കുറിച്ചും പിന്നെ ഇതിനകത്ത് എങ്ങനെ പുറത്തിറക്കാൻ പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണെങ്കിൽ നയന ചോദിക്കുന്നുണ്ട്. നീ പറഞ്ഞല്ലോ ആരോ ഒരു സ്ത്രീ ആണെങ്കിൽ നിന്നെ സഹായിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നയനയാണെങ്കിൽ നവീൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നവീൻ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് നേരം കൂടെ നീ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ആരാണ് സഹായിച്ചതെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ കണ്ട് ബോധ്യപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ നവ്യയാണെങ്കിൽ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ നവ്യയെ കാണുന്ന സമയത്താണെങ്കിൽ ആദർശം നയനയാണെങ്കിൽ ഷോക്കാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നവ്യേച്ചയാണോ എന്നൊക്കെ നമ്മൾ നയനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അതേപോലെ തന്നെ നമ്മൾ ആദർശമാണെങ്കിലും നവീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നവ്യയാണോ സഹായിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നീ എന്തുകൊണ്ട് നേരത്തെ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നവീൻ പറയുന്നുണ്ട് അതെന്തെങ്കിലും കേസ് ജയിച്ചതിന് ശേഷമല്ലേ ആ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ചിരുന്നത് എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാത്ത രീതിയിൽ ഞാൻ ടെൻഷൻ അടിച്ചിരുന്ന സമയത്താണ് നവ്യ എന്നെ കോൾ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. നവ്യയാണ് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവൾക്ക് എങ്ങനെ ഈ തെളിവും കാര്യങ്ങളും കിട്ടിയതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ജ്വല്ലറിക്കാരുമായിട്ട് അടുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള നവ്യയ്ക്കല്ലേ, അപ്പോൾ വഴിയായിരിക്കും അവൾ അറിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി അബി പറഞ്ഞിട്ടാണ് അവൾ അറിഞ്ഞതെന്നൊന്നും നമുക്കറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും നമുക്ക് നല്ലതായി പോയി. അതല്ലെങ്കിൽ നമുക്കിട്ടുള്ള 8ൻ്റെ പണി തന്നെ അവർ തന്നതിനെ ഇപ്പം നയനയാണെങ്കിൽ അവർ ജയിലിലും ആക്കിയതിനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ നവ്യയുടെ അടുത്ത് ചെന്നിട്ടാണെങ്കിൽ കൈകൂപ്പിയൊക്കെ മാപ്പൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്നെ രക്ഷിച്ചതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചേച്ചി എന്നെ ഒരു അനിയത്തിയായിട്ട് കണ്ട് ആ ഒരു പഴയ സ്നേഹം ചേച്ചിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ എന്നെ സഹായിക്കാൻ ചേച്ചിക്കൊരു മനസ്സ് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനയാണെങ്കിലും നവ്യടുത്താണെങ്കിലും ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട് ചേച്ചി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചി എൻ്റെ അടുത്ത് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവ്യയാണെങ്കിലും വലിയ ഇഷ്ടത്തോടൊന്നും അല്ലെങ്കിലും നയനടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അതാണ് കൂടപ്പിറപ്പിൻ്റെ സ്നേഹം. നിനക്കൊരു ആപത്ത് ഘട്ടം വന്നപ്പോൾ ഞാൻ നിന്നെ സഹായിച്ചു. പക്ഷേ നീ എനിക്ക് അങ്ങനെയല്ല, നീ എന്നെ എൻ്റെ കുടുംബത്തിനെ ഇട്ടാണെങ്കിലും നീ ഇട്ട് വട്ടം ചുറ്റിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നീ അബിയെക്കുറിച്ചാണെങ്കിലും ഓരോ ഇല്ലാത്ത കഥകളും കാര്യങ്ങളൊക്കെ അല്ലേ നീ പറഞ്ഞുണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നയന പറയുന്നുണ്ട് ചേച്ചി ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അബിയെക്കുറിച്ചൊന്നും ഒരില്ലാത്ത കഥകളും കാര്യങ്ങളും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചേച്ചിക്കാണെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി ചേച്ചിക്കാണെങ്കിൽ ചേച്ചിയുടെ മുമ്പിൽ നിരത്തിയാൽ ചേച്ചി അത് വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ. ചേച്ചിയെടുത്താണെങ്കിൽ അമ്മ ആണെങ്കിൽ സത്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും ചേച്ചി ആ സത്യങ്ങളൊന്നും വിശ്വസിച്ചില്ല. ചേച്ചിയാണെങ്കിൽ ആരൊക്കെ ചേർന്നാണെങ്കിൽ ചേച്ചിയെ കബളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യം നയന പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ അമ്മ പറഞ്ഞത് എല്ലാം സത്യം തന്നെയാണ്. അത് ഇനി ചേച്ചിയെ എങ്ങനെ വിശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം എൻ്റെ കാര്യത്തിൽ കുറച്ച് ഞാനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് തെളിവുകളും കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി അത് ഫുള്ളായിട്ടുള്ള എനിക്ക് തെളിവുകളും കാര്യങ്ങളും കിട്ടിയാൽ മാത്രമേ ഞാൻ അത് വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ നമ്മൾ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന സമയത്താണ് ഇപ്പം നിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പം നിന്നെ അതിനകത്ത് എനിക്ക് സഹായിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ സഹായിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി വേറെ എനിക്കൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് കൂടുതൽ നേരം എനിക്കിവിടെ നിൽക്കാനും എനിക്ക് സമയമില്ല. ഞാൻ ഇതിൻ്റെ ഓരോ പ്രശ്നത്തിൻ്റെ പിറക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക ഓരോ അന്വേഷണമൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാനിവിടെ കൂടുതൽ നേരം ഞാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും സംസാരം ആയി കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിന് എനിക്ക് വല്ലാതെ വിഷമവും കാര്യങ്ങളൊക്കെ ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നവ്യയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണല്ലോ നമ്മളെ നയനയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ കരയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ചേച്ചിയുടെ ഒരവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എത്രയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ചേച്ചിക്ക് അത് വിശ്വസിക്കാനും അംഗീകരിക്കാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു കാര്യത്തിൽ ഓർത്ത് നമ്മൾ നയനയാണെങ്കിൽ കരയൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് നയന പറയുന്നുണ്ട് എന്തായാലും ചേച്ചി ഇപ്പോഴും ഇതിൻ്റെ പിറക്കെ അന്വേഷണമായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇനി യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പം ചേച്ചിയുടെ അവസ്ഥ എന്തുവാണെന്ന് ആലോചിച്ചിട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും നീ വിഷമിക്കാതിരിക്കും, ഇപ്പോൾ എന്തായാലും നിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും നമുക്കൊരു സമാധാനം ആയല്ലോ. ഇനിയിപ്പോൾ എന്തായാലും നവ്യയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ശ്രദ്ധയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. എന്തായാലും അവൾക്ക് എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തന്നെ നമുക്ക് അതിന് സഹായം കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്
പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് എന്തായാലും സത്യം നമുക്ക് ഒരിക്കലും മൂടി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും നവ്യ ആ സത്യങ്ങൾ എന്തായാലും അറിയും. ആ ഒരു സമയത്ത് നവ്യയുടെ കൂടെ ഒരു താങ്ങായും തണലായും നമുക്ക് കൂടെ നിൽക്കാമെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ ഈ പറച്ചിൽ കേട്ടിട്ട് നമ്മൾ നയനയും പറയുന്നുണ്ട് അത് എന്നായാലും ചേച്ചി ഈ സത്യങ്ങൾ അറിയും. ആ സമയത്ത് ചേച്ചി ഒരു സമനില തെറ്റിയൊരവസ്ഥയിലേക്ക് പോവാതെ ചേച്ചിയുടെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് നിൽക്കണം ആദർശേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദർശൻ നയനയാണെങ്കിലും അവിടുന്ന് കോടതിയിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവർ സത്യം ജയിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണെങ്കിലും അവർ കോടതിയിൽ നിന്ന് അവർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.